പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് കഴിക്കണം എന്നുള്ള നിർബന്ധമാണോ? നിങ്ങൾക്ക് ടാബ്ലറ്റ് കഴിക്കാൻ മടിയുള്ള ആളാണെങ്കിലും ഫോളിക് ആസിഡ് നിർബന്ധമായിട്ടും കഴിക്കണം. ആൻഡ് എസ്പെഷ്യലി പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നില്ലെങ്കിൽ ഒരു മാസം മുമ്പ് തൊട്ടെങ്കിലും ഫോളിക് ആസിഡ് കഴിക്കുന്നത് റെക്കമെൻഡ്. ഇല്ല ഇനി നേരത്തെ എടുത്തിട്ടില്ലെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക. 13 വീക്സ് ഓഫ് പ്രഗ്നൻസി വരെ അത് കണ്ടിന്യൂ ചെയ്യുക. ഫോളിക് ആസിഡ് ഒരു വൈറ്റമിൻ ബി ആണ്. അത് വളരെ എസെൻഷ്യൽ ആണ് ബേബിയുടെ DNA ഫോർമേഷൻ, അതായത് എല്ലാ സെല്ലിൻ്റെയും ഫോർമേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് 3 months എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മന്ത്സ് ആണ്. അതായത് ബേബിയുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് മദറിന് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉണ്ടാവാം ബേബിക്ക്. ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് പറഞ്ഞാൽ വളരെ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള, വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നവരത് നമ്മൾ എന്തായാലും പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചീര, ക്യാബേജ്, ലെറ്റ്യൂസ്, എഗ് യോക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതും ഡെഫിനറ്റ്ലി നല്ലതാണ്. സ്റ്റിൽ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് എടുക്കണം. അതിന് ചില കാറ്റഗറി ഓഫ് പേഷ്യൻസിൽ ഓർ പ്രഗ്നൻറ്റ് ഫീമെയിൽസിൽ നമുക്കൊരു ഹയർ ഡോസ് ഓഫ് ഫോളിക് ആസിഡ് ദാൻ ജനറൽ പോപ്പുലേഷൻ എടുക്കണം. അവർക്കാണ് കൂടുതൽ റിസ്ക് ഓഫ് ഈ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് വരാൻ പോകുന്നത്. അതാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവർ, നേരത്തെ പ്രഗ്നൻസിക്ക് മുമ്പേ ഡയബറ്റീസ് ഉള്ളവർ, അല്ലെങ്കിൽ എപ്പിലെപ്സിക്ക് സീഷർ ഡിസോർഡേഴ്സിന് മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉണ്ടായിട്ടുള്ളവർ, അവർ നമ്മൾ കുറച്ചും കൂടി ഒരു ഹയർ ഡോസ് ഓഫ് ഫോളിക് ആസിഡ് എടുക്കണം.